ഷിക്കാറിൻ്റെ സെറ്റിലെ അംഗങ്ങൾ, ഞാനുണ്ട്, ഡയറക്ടറുണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കുറേ പേരുണ്ട്. അത് മെയിൻ ടെക്നീഷ്യൻസും എല്ലാവരും ഉണ്ട്. നമ്മൾ ലാലേട്ടൻ വന്നില്ല, ലാലേട്ടൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ശരിക്കും ഷോക്കായിപ്പോയി എല്ലാവർക്കും. ലാലേട്ടനൊക്കെ ഭയങ്കര ഷോക്കിലായിരുന്നു, നമുക്ക് കൃത്യമായിട്ട് അറിയാം. പ്രൊഡ്യൂസറുമായി വാക്കുതർക്കമുണ്ടായി ശ്രീനാഥ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ന്യൂസ് വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഞാനപ്പോൾ തന്നെ നമ്മളും ആരോ ഒക്കെ അറിയുന്ന ആളുകൾ ഇന്ത്യ വിഷനിൽ വിളിച്ച് സത്യം അതല്ല, ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന കെ രാജഗോപാൽ, ടെഡ്കോൻ്റെ പുള്ളി അവിടെ ഇല്ല, പുള്ളി അന്ന് ദുബായിലാണ്. എനിക്ക് തോന്നുന്നു ഞാനും ലാലേട്ടൻ നമ്മളെല്ലാം ഒരു വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൺട്രോളറുടെ തന്നെ ഒരു കോൾ വരുന്നത്. ശ്രീനാഥ് ചേട്ടൻ കയ്യിൽ ഞരമ്പ് മുറിച്ചു. ഞരമ്പ് മുറിച്ചതിന് ശേഷം പുള്ളി ശരിക്കും എനിക്ക് തോന്നുന്നു ചോര കണ്ടപ്പോൾ തിരിച്ചു പോവുകയാണല്ലോ പുള്ളി പോവുക. അപ്പോൾ പുള്ളിയുടെ ഒരു മനസ്സിൽ ധാരണ ഉണ്ടായിരിക്കാം. ചോര കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക്, ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമ ജീവിതത്തിലെ ഏറ്റവും വിഷമകരവും സങ്കടകരമായൊരു സമയമായിരുന്നു ഷിക്കാർ എന്ന് പറയുന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് ടൈം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്ക് വരെ ഇപ്പോഴും ആ സിനിമയിൽ ശ്രീനാഥ് ചേട്ടൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ ആ ബോഡി കാണാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് വിവാദങ്ങൾ നമ്മൾ തുടക്കം മുതലേ വരുന്നൊരു വിവാദങ്ങളായിരുന്നു. ആരും അതിന് മറുപടി ശരിക്കും ഇതുവരെ ഷിക്കാറിൻ്റെ സെറ്റിൽ നിന്ന് ഒരാൾ പോലും മറുപടി പറഞ്ഞിട്ടില്ല ആ ഒരു കാരണത്തിന്. സത്യത്തിൽ അതിൻ്റെ സത്യം ആളുകൾ അറിയണം, അതെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് തുറന്നു പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് അതിപ്പോൾ പറയുന്നത്. ശരിക്കും നമ്മൾ ആ സിനിമയിലേക്ക് ശ്രീനാഥ് ചേട്ടനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു സിനിമയും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു മോഹൻലാൽ ശ്രീനാഥ് കോമ്പിനേഷൻ. ശ്രീനാഥ് ചേട്ടൻ നല്ല വേഷമായിരുന്നു. കിരീടമൊക്കെയാണ് ഇപ്പോഴും എനിക്കൊന്നും, കിരീടത്തിലെ പാലവും ആ ഒരു സാധനം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരൊറ്റ ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് ശ്രീനാഥ് ചേട്ടനെ നമ്മുടെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. കാസ്റ്റ് ചെയ്തു, വന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് പുള്ളി അന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സെറ്റിലെ പലർക്കും നന്നായിട്ട് അറിയാമെങ്കിലും ഇത്രയും നല്ല മനുഷ്യൻ, ഇത്രയും നന്നായി പെരുമാറാൻ അറിയുന്ന ഒരാളെ. അപ്പം ഞങ്ങളോട് പലരും പറഞ്ഞു, അയ്യോ അതൊരു ചെറിയ പ്രശ്നമാണ് കേട്ടോ പുള്ളിയുടെ കാര്യത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം പുള്ളി ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് ഞങ്ങളുടെ സെറ്റിൽ തുടക്കത്തിലുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് കഴിയുന്നു, ഇവരുടെ കോമ്പിനേഷൻ നമുക്ക് നോക്കി നിന്ന് പോകും. അത്ര നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ സീക്വൻസാണ് നമ്മളെടുക്കുന്നത്. ആദ്യ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് എനിക്ക് സെക്കൻഡ് ഡേ പുള്ളിക്ക് ഇല്ല ഷൂട്ടിംഗ്. അന്ന് രാത്രി നമ്മുടെ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമ്മൾ കോതമംഗലത്ത് മറിയ ഹോട്ടലിലാണ് താമസിക്കുന്നത്, മറിയ ഹോട്ടലിൽ നിന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം സെറ്റിലെല്ലാവരും ഇപ്പോൾ റൂം ഒഴിഞ്ഞേക്കണം ഇവിടുന്ന്. ഞാനും എല്ലാവരും നമ്മുടെ എല്ലാ ടീമും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അത്ഭുതത്തോടെ അതെന്തിനാണ് പെട്ടെന്നെന്ന് പറയുമ്പോൾ എന്തോ അവിടുത്തെ റിസപ്ഷനിലോ എവിടെയോ ആയിട്ട് ശ്രീനാഥേട്ടനുമായിട്ട് ചെറിയൊരു സംസാരം ഉണ്ടാകുന്നു. അവിടെ എന്തോ ഉള്ളി കുറച്ച് ബഹളം ഉണ്ടാക്കി, അന്നേരം നമുക്ക് ഇദ്ദേഹത്തെ ഇവിടെ നിർത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, അല്ല ഇന്ന് ഈ രാത്രിയാണ് നമുക്ക് ഈ കോൾ വരുന്നത്. അപ്പം ഈ രാത്രി നമ്മളത് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് നാളെ കാലത്ത് സംസാരിക്കാം എന്ന് പറയുന്നു. പിറ്റേ ദിവസം കാലത്ത് ശ്രീനാഥേട്ടന് എനിക്ക് തോന്നുന്നു അന്ന് ഷൂട്ടില്ല, അന്ന് ഇല്ല. ആ ദിവസം കഴിഞ്ഞു. അതിനടുത്ത ദിവസമാണ് പിന്നത്തെ ഒരു ഷൂട്ടുള്ളത്. ആ ഷൂട്ടിൻ്റെ സമയത്ത് ലാലേട്ടനും എല്ലാവരും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ സീക്വൻസാണ്. ആ സീക്വൻസിന് വരുന്ന സമയത്ത് നമ്മൾ കാലത്ത് 8 മണി കഴിഞ്ഞു. 8 മണിക്കാണ് ഷൂട്ട് പറഞ്ഞത്. ലാലേട്ടൻ്റെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്, 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എത്തുന്നൊരു സ്വഭാവമുള്ള ഒരാളാണ്. 8 മണി പറഞ്ഞു. 8 മണിക്ക് വന്ന് ശ്രീനാഥ് ചേട്ടന് വേണ്ടി നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ പുള്ളി എഴുന്നേറ്റിട്ടില്ല, ഉറക്കത്തിലാണ് എന്ന് പറയുകയും അവർ പറയുന്നു തലേ ദിവസം എന്തോ പുറത്തു പോയി എന്തൊരു ഫ്രണ്ട്സ് വന്നു, എന്തോ സംശയം ഉണ്ടായി, രാത്രി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു, അത് കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്, അത് കഴിഞ്ഞാണ് പുള്ളി കിടന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഇത്രയും ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഉള്ളപ്പോൾ പുള്ളി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും തോന്നിയൊരു സാധനമാണ്. അപ്പോൾ അന്ന് തന്നെ പടം തുടങ്ങിയിട്ടുള്ളൂ, സെക്കൻഡ് ഒരു 3rd or 4th ഡേ ആയിട്ടുള്ളൂ. പുള്ളിയുടെ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനിയും പുള്ളി എനിക്കൊന്ന് 60 ഡേയ്സാണ് ഷിക്കാറിൻ്റെ സമയം ഉണ്ടായത്. 60 ഡേയ്സാണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 45 ഡേയ്സ് ശ്രീനാഥ് ചേട്ടൻ വേണം. സത്യത്തിൽ ഡയറക്ടർ പത്മകുമാറും എല്ലാവരും കൂടെ, പ്രൊഡ്യൂസർ ഇല്ല അന്ന് ദുബായിലാണ്. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുകയും എന്ത് നമ്മളിനി ചെയ്യാൻ പറ്റും, കാരണം ഈ ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. സിനിമയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഒരു ദിവസം
ഷൂട്ടിംഗ് മുടങ്ങിയാൽ, പ്രത്യേകിച്ച് മോഹൻലാൽ പോലത്തെ ഒരാളുടെ സെറ്റിൽ മുടങ്ങിയാലുണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ നമ്മളന്ന് തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രീനാഥ് ചേട്ടൻ തൽക്കാലം ഇപ്പോൾ അവിടെ നിന്നാൽ ശരിയാവില്ല, മറിയ ഹോട്ടലുകാരുടെ ചെറിയ പ്രശ്നം, അവർ പറയുന്നു ഇവിടെ നിന്നാൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹം വീട്ടിൽ പോയി വരട്ടെ എന്നാണ് അന്ന് പറയുന്നത്. വീട്ടിൽ പോയിട്ട് വരട്ടെ, 4 ദിവസം വീട്ടിൽ പോയതിനു ശേഷം നമുക്ക് സംസാരിക്കാം. കാരണം നമുക്ക് വേണമെങ്കിൽ അല്ലാതെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, അല്ല കൂടുതൽ സീൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയെ സഞ്ജു വൈക്കമാണെന്ന് കൺട്രോളർ, പുള്ളിയാണ് പറഞ്ഞ് ചേട്ടൻ വീട്ടിൽ പോയിട്ട് വാ, 4 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഷൂട്ടുള്ളൂ. നമ്മൾ ശരിക്കും സത്യത്തിൽ പുള്ളി അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് എന്തൊക്കെയോ എല്ലാവരുമായിട്ടുണ്ടാകുന്ന ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ SP ആയിട്ടിരിക്കുന്ന സുദർശൻ സാറാണ് അന്നത്തെ അവിടുത്തെ ഒരു CI ഓർ DYSP. പുള്ളിക്കും അറിയാവുന്ന കാര്യങ്ങളായിരുന്നു ആ കാലത്ത്. ഈ സംഭവം എല്ലാം കഴിഞ്ഞ് പുള്ളിയെ നമ്മൾ പറഞ്ഞു വിടാം, വിട്ടിട്ട് നാട്ടിൽ ചെന്ന് സംസാരിക്കാം. കാരണം പുള്ളിയെ മാറ്റാൻ ആർക്കും ആഗ്രഹമില്ല. അന്ന് 2 ദിവസം പുള്ളി ഒന്ന് ഫ്രീ ആയിട്ട് വരട്ടെ എന്ന ധാരണയിൽ കൺട്രോളർ പുള്ളിക്ക് ടിക്കറ്റ് എടുത്ത് തിരിച്ചു വിടാൻ വേണ്ടി പോയപ്പോൾ സത്യത്തിൽ എന്തോ പുള്ളിക്ക് അങ്ങനൊരു പുള്ളി പറഞ്ഞു വിടുകയാണോന്ന് ഫീൽ വന്നിട്ടുണ്ടാവുമെന്ന് നമ്മൾ ഊഹിക്കുന്നതാണ്. നമുക്കറിയില്ല അതിൻ്റെ കാരണം എന്താണ്. അതിൻ്റെ അടുത്ത ദിവസം അന്ന് പുള്ളി അവിടെ നിന്നു. അന്ന് നമ്മൾ ലൊക്കേഷനിൽ പോകുന്നു. എനിക്ക് തോന്നുന്നു ഞാനും ലാലേട്ടൻ നമ്മളെല്ലാം ഒരു വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൺട്രോളറുടെ തന്നെ ഒരു കോൾ വരുന്നത്. ശ്രീനാഥ് ചേട്ടൻ കയ്യിൽ ഞരമ്പ് മുറിച്ചു. ഞരമ്പ് മുറിച്ചതിന് ശേഷം പുള്ളി ശരിക്കും എനിക്ക് തോന്നുന്നു ചോര കണ്ടപ്പോൾ തിരിച്ചു പോവുകയാണല്ലോ പുള്ളി പോകാം. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ ധാരണ ഉണ്ടായിരിക്കാം. ചോര കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പേടിച്ചു കഴിഞ്ഞു. റിസപ്ഷനിലേക്ക് വിളിച്ചു, റിസപ്ഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഇതിന് ശ്രമിച്ചു എന്നും എന്നെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നോ അങ്ങനെ എന്തോ ഒരു പേടിക്കുന്ന അങ്ങനെയുള്ളൊരു ന്യൂസ് റിസപ്ഷനിൽ പറയും. ഇവർ ഓടിച്ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ പുള്ളി പകുതി അബോധാവസ്ഥയിലേക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഓർമ്മയുണ്ട്. അവിടെ നേരെ പുള്ളിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയ ഉടനെ സംഭവം മരിക്കുകയും നമ്മളെ വിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്തു. ശരിക്കും ഒരു ഭയങ്കര ഷോക്കായിരുന്നു ലൈഫിൽ. ആ സെറ്റിൽ എനിക്ക് തോന്നുന്നു അത്രയും വിഷമിച്ച് പോയൊരു ദിവസങ്ങളായിരുന്നു. കാരണം ഞാനൊക്കെ ഭയങ്കര വിഷമിച്ച് പോയ ദിവസങ്ങളായിരുന്നു. കാരണം നമ്മളാരും ഇൻവോൾവ് അല്ല, അല്ലെങ്കിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ സെറ്റിലൊരു മരണം നടന്നാൽ അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അന്നത് കഴിഞ്ഞ് പോലീസ് വന്നിട്ട് പറഞ്ഞു, നമ്മളെടുത്ത അന്വേഷണം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ എനിക്കൊന്ന് അന്ന് ഇന്ത്യ വിഷൻ ചാനലാണുള്ളത്. ഇന്ത്യ വിഷൻ ചാനൽ വരുന്നു, പ്രൊഡ്യൂസറുമായി വാക്ക് തർക്കമുണ്ടായി, ശ്രീനാഥ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ന്യൂസ് വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഞാനപ്പോൾ തന്നെ നമ്മളും ആരോ ഒക്കെ അറിയുന്ന ആളുകൾ ഇന്ത്യ വിഷനിൽ വിളിച്ച് സത്യം അതല്ല, ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന KK രാജഗോപാൽ ടെഡ്കോൻ്റെ പുള്ളി അവിടെ ഇല്ല, പുള്ളി അന്ന് ദുബായിലാണ്, ഇതാണ് അതിൻ്റെ സത്യം, ഇതാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അവരത് കൂടുതൽ ഡീറ്റെയിൽ അന്വേഷിച്ചപ്പോൾ അത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടാവും. അവർ ആ ന്യൂസ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അന്ന് പോസ്റ്റ്മോർട്ടം പുള്ളിയുടെ ചെയ്യണം എന്ന് പറഞ്ഞു അന്നത്തെ ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണം. എറണാകുളത്ത് അന്ന് പോസ്റ്റ്മോർട്ടം ഇല്ല, അന്ന് സർജനി ഇല്ല, ആ സമയങ്ങളിലില്ല, കുറേ ദിവസങ്ങളായിട്ടില്ല. നിങ്ങൾക്ക് ആ ടൈം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ആലപ്പുഴയാണ് സർജൻ ഉള്ളത്. ആലപ്പുഴയിൽ നമ്മൾ കുറച്ച് പേര് സർജൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ ബോഡിയുമായിട്ട് ആലപ്പുഴ ഷിക്കാറിൻ്റെ സെറ്റിലെ അംഗങ്ങൾ, ഞാനുണ്ട്, ഡയറക്ടറുണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു 5 കുറേ പേരുണ്ട്. അത് മെയിൻ ടെക്നീഷ്യൻസും എല്ലാവരും ഉണ്ട്. ലാലേട്ടൻ വന്നില്ല, ലാലേട്ടൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ശരിക്കും ഷോക്കായിപ്പോയി എല്ലാവർക്കും. ലാലേട്ടനൊക്കെ ഭയങ്കര ഷോക്കിലായിരുന്നു, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആലപ്പുഴ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവിടുന്ന് ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വന്നു. പിറ്റേ അടുത്ത ദിവസമാണ് തിരുവനന്തപുരത്താണ് ഫ്യൂണറൽ കർമ്മങ്ങൾ എല്ലാ പരിപാടികളും തുടങ്ങുന്നത്. അന്നൊരു ഓഫീസറാണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വരാമെന്ന് നമ്മുടെ കൂടെയുള്ള എനിക്കൊന്ന് പത്മകുമാറാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ആ ഓഫീസർ പറയുന്നത് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഒരു പ്രതിഷേധവും പരിപാടിയൊക്കെ പറയുന്നുണ്ട് ഷിക്കാറിന്. കാരണം നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. സത്യം ഇതാണെങ്കിലും ന്യൂസുകൾ പലതരത്തിലാണ് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അത് കാരണം നിങ്ങളുടെ ലൊക്കേഷനിൽ ആരും വരണ്ട ഫ്യൂണറലിന്, വെറുതെ ആ സമയത്ത് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്ന് ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളെന്നാ ഫ്യൂണറൽ കർമ്മങ്ങൾ പങ്കെടുക്കാറുള്ളത്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട. കാരണം എന്ത് കാര്യം ഉണ്ടായാലും നമുക്കറിയാലോ ന്യൂസുകളും ചാനലുകളിലും പലതുമാണ് വരുന്നത്.
ഒരിക്കൽ പോലും നമ്മളറിയാത്തൊരു കാര്യമാണ്, ഒരിക്കൽ പോലും ആരും ആലോചിക്കാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ശ്രീനാഥ് ചേട്ടൻ്റെ ഒരു കോമ്പിനേഷൻ ആഗ്രഹിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്നവരാണ് നമ്മൾ. ആ സംഭവം ഇപ്പോഴും അടുത്ത ദിവസം ഞാൻ കേട്ടു, എന്താ ഫ്യൂണറൽ കർമ്മങ്ങൾക്ക് പോയില്ല, ലാലേട്ടൻ അങ്ങനെ എന്തോ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും ആരും അറിയാത്ത എല്ലാവരും നിരപരാധികളായ, എനിക്കൊന്ന് ശ്രീനാഥ് ചേട്ടൻ പോലും പെട്ടെന്നുണ്ടായി എന്തൊരു വിഷമത്തിൽ ചെയ്തു പോയതാണ്. അതായിരിക്കണം. കാരണം അതിനു മുന്നേ അത് നിങ്ങൾക്കിപ്പോൾ ഊഹിച്ചാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ട് അവിടുത്തെ പോലീസ് അന്വേഷിക്കുകയും ഫുൾ ഡീറ്റെയിൽ അന്വേഷിച്ചു പോലീസ്. അന്നത്തെ ഏറ്റവും നല്ലൊരു ഓഫീസറാണ് അന്ന് ഉണ്ടായിരുന്നത് തന്നെ. ഡീറ്റെയിൽ അന്വേഷിച്ചു ഒന്നും ഉണ്ടായില്ല. കാരണം അവർക്ക് മനസ്സിലായ എൻ്റെ കാര്യം. പിന്നെ അതിൻ്റെ മുന്നത്തെ ചെറിയ ചെറിയ ഇഷ്യൂസും ഉണ്ടായിരുന്നു. ആ ഒരു സത്യം ഇതുവരെ ഞങ്ങൾ ശിക്കാറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആരും ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു വിവാദവും എന്ത് ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും അത് വരുമ്പോൾ അതൊന്ന് പുറത്ത് പറയണമെന്ന് ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഇവർ ചോദിക്കുമ്പോൾ തന്നെ ശിക്കാറിൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്.